ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. 45 മിനിറ്റാണ് അദ്ദേഹം ഫോണിൽ സംസാരിച്ചത്. എന്താണ് ഇരുവരും തമ്മിൽ ഇത്രയേറെ സമയം സംസാരിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് കാണുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായിട്ട് 45 മിനിറ്റ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നമ്മൾ വലിയ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള പലർക്കും അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇറാൻ നമ്മുടെ ഒരു ഫ്രണ്ട്ലി രാജ്യമാണ്. കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് വിയോജിപ്പുള്ളതാണ്. അത് ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരുന്നു അവരെ. അത് ഇസ്ലാമിക രാജ്യങ്ങളുടെ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്ന ഇറാന്റെ ഒരു നിലപാടിന്റെ ഭാഗമായിട്ടേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ ഇറാൻ മറ്റു ഒരു തരത്തിലും അവരുടെ പ്രവർത്തികളിൽ ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. ഇറാന്റെ ഏതെങ്കിലും ഭീകര സംഘടനകളോ അല്ലെങ്കിൽ ഇറാന്റെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളൊന്നും ഇന്ത്യക്കെതിരായിട്ടൊന്നും ചെയ്തില്ല. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും പാകിസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെപ്പോഴും മനസ്സിലാക്കണം. ഇസ്രായേലിനോട് നമുക്കൊക്കെ ഇഷ്ടമാണ്. ഇസ്രായേൽ നമ്മളുമായിട്ട് എത്ര വർഷം പഴക്കമുള്ള ബന്ധമാണ് രാജ്യത്തിനുള്ളത്. ഇപ്പോഴും ഇന്ത്യയുമായിട്ട് ഒരുപാട് മേഖലയിൽ, പ്രത്യേകിച്ച് ഡിഫൻസ് ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിനോട് ഇന്ത്യക്കാർക്ക് ഒരിക്കലും വിയോജിപ്പോ വെറുപ്പോ വിദ്വേഷമോ തോന്നേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാനും അതുപോലെ തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യാത്ത ഒരു രാജ്യത്തിന് നമ്മൾ ഇതിനാണ് ശത്രുവായി കാണുന്നത്. നമ്മളുമായിട്ട് നല്ല സൗഹൃദമുള്ള രാജ്യമാണ് ഇറാൻ. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉചിതമായ സമയത്താണ് എന്തായാലും ഇറാന്റെ പ്രസിഡന്റുമായി സംസാരിച്ചത്. 45 മിനിറ്റ് നീണ്ടുനിന്ന സംഭാഷണത്തിൽ ഇറാന്റെ പ്രസിഡന്റ് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇന്ത്യയുമായി സംസാരിച്ചു. മോദിയുമായി അദ്ദേഹം സംസാരിച്ചു. അമേരിക്കയുടെ ആക്രമണത്തെക്കുറിച്ച്, ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെക്കുറിച്ചെല്ലാം ഇറാന്റെ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് നടക്കാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു മേജർ പവർ എന്ന നിലയ്ക്ക് ഇന്ത്യയോട് ഇറാന്റെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മേഖലയിലെ സമാധാനത്തിനായി ഇന്ത്യയിൽ കഴിയുന്ന സഹായങ്ങൾ ഒരു സുഹൃത്ത്, ഒരു പാർട്ണർ എന്ന രീതിയിൽ ചെയ്യണമെന്ന് ഇന്ത്യയോട് നരേന്ദ്രമോദിയോട് ഇറാന്റെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു ഫോൺ സംഭാഷണത്തിന് മുമ്പ് തന്നെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു പ്രതിനിധി പറഞ്ഞത് ഗ്ലോബൽ സൗത്തിന്റെ ലീഡർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ നിലയ്ക്ക് ഇന്ത്യ ഈ വിഷയത്തിൽ ആക്റ്റീവായിട്ട് ഇടപെടണം എന്നുള്ളതാണ്. സത്യത്തിൽ വളരെ ധർമ്മസങ്കടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശരിയാണ്, ഗ്ലോബൽ സൗത്തിലെ ഒരു മേജർ പവറാണ് ഇന്ത്യ. ഗ്ലോബൽ സൗത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, വികസിത രാഷ്ട്രങ്ങൾ അല്ലാതെ അവികസിതവും ഒട്ടും വികസിതമല്ലാത്തതും വികസിച്ചുകൊണ്ടിരിക്കുന്ന വികസ്വര രാഷ്ട്രങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതിനെയാണ് ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്നത്. ഈ ഗ്ലോബൽ സൗത്തിലാണ് ഇന്ത്യ, നമ്മുടെ ഇറാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ലാറ്റിൻ അമേരിക്കയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന രാജ്യങ്ങളൊക്കെ ഈ ഗ്ലോബൽ സൗത്തിലാണ് വരുന്നത്. വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിലാണ് ഇസ്രായേൽ വരുന്നത്. ഇസ്രായേൽ, അമേരിക്ക, യൂറോപ്പ് ഒക്കെ വികസിത രാഷ്ട്രങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഗ്ലോബൽ സൗത്തിന്റെ ഒരു ലീഡറായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ സൗത്തിന്റെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്കും ഗ്ലോബലി തന്നെ ഒരു പ്രധാന രാജ്യം എന്ന നിലയ്ക്കും ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. ഇന്ത്യ ഇടപെട്ട് യുദ്ധം ചെയ്യണമെന്നല്ല അവർ പറയുന്നത്, ഇത് അവസാനിപ്പിക്കാൻ ഇടപെടണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന പ്രശ്നമാണ്. രണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ തീർച്ചയായും ഇന്ത്യ ആക്റ്റീവായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ തെളിയേണ്ട ഒരു കാര്യമാണ്. കാരണം അത്ര എളുപ്പമല്ല. ഇസ്രായേൽ ആക്രമിക്കുന്നതിന് പറയുന്ന കുറെ കാരണങ്ങൾ, ഇറാൻ തിരിച്ച് ഇസ്രായേലിനെതിരായി പറയുന്ന കുറെ കാരണങ്ങൾ, അമേരിക്കയുടെ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര പിടിക്കാനുള്ള തന്ത്രങ്ങൾ, ഇതെല്ലാം ഇതിന്റെ ഇടയിലുണ്ട്. അമേരിക്ക വളരെ സേഫ് ആണ് കേട്ടോ, സേഫ് ആയിട്ട് നിന്ന് കളിക്കുകയാണ്. അമേരിക്കയുടെ ഒരു ഭാഗത്തും, അത് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ ഒരു തുള്ളി ചോര വിടില്ല, ഒരു ബുള്ളറ്റ് അവിടെ പൊടിയില്ല. പക്ഷേ ഏഷ്യ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം, യൂറോപ്പിൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കണം, ആഫ്രിക്ക ഒരു കാലത്തും ഡെവലപ്പ് ആകാതെയിരിക്കണം. അങ്ങനെ ആഫ്രിക്കൻ കോണ്ടിനെന്റിനെയും അതുപോലെ ഏഷ്യൻ ഭൂഖണ്ഡത്തെയും യൂറോപ്പിനെയും ഒക്കെ കൊള്ളയടിച്ച് അമേരിക്ക അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നേ. യുദ്ധങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ വിറ്റും അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ചുളു വിലയ്ക്ക് അടിച്ചെടുത്തും ഒക്കെ അങ്ങനെ അമേരിക്ക സുഖമായിട്ട് വളരെയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട്. ശരിക്കും യുഎസിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. പാകിസ്ഥാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദ രാഷ്ട്രമല്ല, എന്നാൽ ഇറാൻ അമേരിക്കയ്ക്ക് ഭീകര രാഷ്ട്രമാണ്. എങ്ങനെയാണ് ശരിയാവുന്നത്? ഇറാന്റെ മേൽ അമേരിക്ക ആരോപിക്കുന്നതിനേക്കാൾ കൂടുതൽ അതേ കാര്യം മോശമായി ചെയ്യുന്നത് പാകിസ്ഥാനാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഹൂതികളെ സപ്പോർട്ട് ചെയ്യുന്നു, ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇറാന്റെ മേൽ അമേരിക്ക ആരോപിക്കുന്ന കാരണം. എന്നാൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് സുഹൃത്തുമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ അമേരിക്ക എടുത്ത നിലപാടൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും പാകിസ്ഥാനെ തള്ളി പറയാൻ പോലും തയ്യാറാകാത്ത അമേരിക്കയും ട്രംപ് ഭരണകൂടത്തെയും ഇറാനെതിരായി നടത്തുന്ന ഈ യുദ്ധത്തിൽ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയും ഇന്ത്യക്കാർക്കില്ല. കുറഞ്ഞ പക്ഷം ഇറാൻ നമ്മുടെ സുഹൃത്താണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ തീവ്രവാദത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യക്കുണ്ട് എന്ന് പറഞ്ഞൊരു രാജ്യമാണ് ഇറാൻ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തിയ രാജ്യങ്ങളിൽ ഒന്നുമാണ് ഇറാൻ. അവരുടെ വിദേശകാര്യമന്ത്രി തന്നെ നേരിട്ട് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ എത്തുകയും ചെയ്തതാണ്. ഞാൻ ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ഒരു തരത്തിലും വില കുറച്ച് കാണുന്നില്ല. അതിന് ഇസ്രായേൽ പണി കൊടുക്കുന്നില്ലേ ഇറാൻ? നമുക്കൊക്കെ അറിയാമല്ലോ. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുന്നു, മിലിറ്ററി തലവന്മാരെ കൊല്ലുന്നു, അവരുടെ പ്രസിഡന്റ് മരണപ്പെടുന്നു. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിനെ തകർക്കാൻ ഇറാൻ ചെയ്യുന്നതിന് മറുപടിയായിട്ട് കൃത്യമായി അതിന്റെ ഇരട്ടി പണി ഇസ്രായേലും ഇറാനും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറെ കാലമായി നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ അത് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡം, ഇത് ഇന്ത്യയുടെ വളരെ അടുത്ത് നടക്കുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന ഇറാൻ. നമ്മുടെ ഒരു നിലനിൽപ്പിനെ കൂടി അത് ബാധിക്കും. ഇറാൻ എന്ന് പറയുന്നത് ധാരാളം എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ തകർച്ച ആഗോള തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഇസ്രായേലിനൊപ്പം നിൽക്കാൻ പോകുന്നില്ല, ഇറാനൊപ്പം നിൽക്കാൻ പോകുന്നില്ല. അതിന്റെ ആവശ്യം നമുക്കില്ലെന്നേ. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്കിവിടെ ആകെ ചെയ്യാൻ പറ്റുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും കൂടെ നിന്നിട്ട് ഒരു രാജ്യം ചെയ്ത് ശരിയെന്നോ മറ്റൊരു രാജ്യം ചെയ്ത് തെറ്റെന്നോ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഇറാന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇറാൻ ഇസ്രായേലിനെ നിരന്തരമായിട്ട് പല രൂപത്തിൽ ശല്യപ്പെടുത്തുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്. ഈ സത്യം പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറാൻ നിരന്തരമായിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പല രൂപത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാനിൽ ചെയ്യുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പരമാധികാര രാഷ്ട്രത്തെ ഈ വിധത്തിൽ ആക്രമിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചാലും അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ്. ഇതിന് ഇസ്രായേൽ പറയുന്ന ന്യായം ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഇറാൻ ആക്രമിക്കാനുള്ള ഒരു കാരണമല്ല. കാരണം ഇസ്രായേൽ വികസിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഇല്ലെങ്കിൽ ശരി, ഇസ്രായേലിന്റെ കയ്യിൽ അതുണ്ട്, മറ്റൊരാൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ രാജ്യത്തെ ആക്രമിക്കുന്നത് ഒരു തരം തിണ്ണപിടിക്കുക കാണിക്കൽ തന്നെയാണ് എന്നതും പറയാൻ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ട് കൂട്ടരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ശരിയും തമ്മിലോ തെറ്റും തമ്മിലോ അല്ല യുദ്ധം ചെയ്യുന്നത്. രണ്ട് തെറ്റുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത്. അതിൽ വലിയ തെറ്റേത് ചെറിയ തെറ്റേത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. എന്തായാലും രണ്ട് തെറ്റുകളാണ്. അപ്പോൾ അതിൽ വലുതും ചെറുതും നമുക്ക് വലിയ ആലോചിക്കാം. പക്ഷേ ഇവിടെ രണ്ട് കൂട്ടരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഈ മറ്റൊരു കാര്യം, യുഎസിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ്. യുഎസ് പാകിസ്ഥാൻ ഭീകരവാദ രാഷ്ട്രമല്ല എന്ന് പറയുകയും ഇറാൻ ഭീകരവാദ രാഷ്ട്രമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് യുഎസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ എല്ലായ്പ്പോഴും എന്ന പോലെ ട്രംപ് എടുത്തത് ഇരട്ടത്താപ്പ് തന്നെയാണ്.
നമുക്കറിയാമല്ലോ അത്. ഇപ്പോ 2 ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫിനെ വിളിച്ച് പാലും പഴവും കൊടുത്തു വിട്ടത്, കൂടെ ഇരുത്തി ചോറ് വാരി കൊടുത്തത്. അപ്പൊ ആ ഒരു മനുഷ്യൻ പറയാണ് ഇറാൻ ഭീകരവാദ രാഷ്ട്രമാണ്. സൗകര്യമില്ല ഇന്ത്യക്ക് അങ്ങനെ കാണാൻ. ഇറാൻ ഒരു ഭീകര രാഷ്ട്രമായിട്ട് ഇന്ത്യക്ക് കാണാൻ പറ്റില്ല, കാരണം ഇറാൻ ഇന്ത്യക്കെതിരെ അങ്ങനെയാണെങ്കിൽ ഒരു ഭീകരവാദം നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ അവരെ ഭീകരവാദ രാഷ്ട്രമായി കാണണം? അമേരിക്കയ്ക്ക് ഡബിൾ ഗെയിം കളിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്ക് സാധിക്കും. പക്ഷേ ഇവിടെ ഇന്ത്യ ഈ വിഷയത്തിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുന്നുണ്ട്. കാരണം ഇറാനിലെ ഭരണമാറ്റം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. അതുകൊണ്ടാണ്. കാരണം ചരിത്രം അങ്ങനെയാണ്. ഇറാനിലെ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല കാര്യങ്ങൾ എല്ലായ്പ്പോഴും. പാകിസ്ഥാന്റെ കടുത്ത എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇറാൻ ചാബഹാർ പോർട്ട് ഇന്ത്യക്ക് നൽകിയത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറാനെയും കുറ്റം പറയാൻ പറ്റില്ല, ഇസ്രായേലിനെയും കുറ്റം പറയാൻ പറ്റില്ല. യുദ്ധം ദൗർഭാഗ്യകരമാണ്. അത് 2 രാജ്യങ്ങൾക്കിടയിലുള്ള ശത്രുതയുടെ ഭാഗമായി ഉണ്ടായതാണ്. അതിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനായിരിക്കും ഇന്ത്യ മുൻതൂക്കം കൊടുക്കാനാണ് തോന്നുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തി മറ്റൊരു രാജ്യത്തിന് പിന്തുണ കൊടുത്ത് ആരുടെയെങ്കിലും ഒരു കയ്യിൽ വാങ്ങേണ്ട കാര്യം എനിക്കില്ല. ഇറാനെ പിന്തുണച്ച് നമുക്ക് കയ്യിൽ കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇസ്രായേലിനെ പിന്തുണച്ച് കിട്ടുന്ന കയ്യും വേണ്ട. ഇന്ത്യക്ക് ഇന്ത്യയുടെ ആവശ്യങ്ങളും ഇന്ത്യയുടെ താല്പര്യങ്ങളുമാണ് പ്രധാനം. ഇന്ത്യ നിലകൊള്ളേണ്ടത് ഇന്ത്യക്ക് വേണ്ടിയാണ്. ഈ വിഷയത്തിൽ ഇന്ത്യ സ്വന്തമായിട്ട് നിഷ്പക്ഷമായി നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന് നല്ലത്. കാരണം നാളെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും ഇറാൻ പൂർണ്ണമായും ഇന്ത്യക്ക് ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയില്ല. നിഷ്പക്ഷമായ ഒരു നിലപാട് മാത്രമേ സ്വീകരിക്കൂ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ പിന്തുണ ഇന്ത്യക്ക് ആയിരിക്കും. പക്ഷേ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായാൽ ഒരു പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ ആ സമയത്ത് ഉണ്ടാവില്ല. നിഷ്പക്ഷമായ നിലപാടേ എടുക്കും. അപ്പൊ ഇങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. നാളെ ഇന്ത്യ അമേരിക്ക യുദ്ധം ഉണ്ടായാലോ ഇസ്രായേൽ നമ്മുടെ കൂടെ നിൽക്കോ? ഒരിക്കലും നിൽക്കില്ല. ഇസ്രായേൽ നമ്മളെക്കാൾ പ്രിയപ്പെട്ടത് അമേരിക്കയാണ്, അമേരിക്കയുടെ കൂടെ നിൽക്കുള്ളൂ. എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള രാജ്യത്തിന്റെ നിലനിൽപ്പാണ് പ്രധാനം. പിന്നെ നമുക്ക് മാത്രം എന്തിനാണ് ഇതിനകത്ത് കൂട്ടുകെട്ടിന്റെയും സഖ്യത്തിന്റെയും ഒക്കെ കാര്യം? നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കും. അവർ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ യുദ്ധത്തെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനായിട്ട് ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇടപെടുക എന്നുള്ളതാണ്. ഗ്ലോബൽ സൗത്തിന്റെ ഒരു ലീഡർ എന്ന നിലയ്ക്ക് ഇടപെടുക എന്നുള്ളതാണ്. അത് ഇന്ത്യ കൃത്യമായി ചെയ്യുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇറാന്റെ പ്രസിഡന്റും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം അതിന്റെ ഒരു സൂചനയാണ്. നേരത്തെ മോദി നെതന്യാഹുമായിട്ടും സംസാരിച്ചിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.